നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രത്യേകം വിളിച്ചു വേർതിരിച്ച് ഇവിടെ നടത്തിയിരിക്കുന്ന IPC സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രയാസങ്ങളുടെ പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിൽ ദൈവത്തെ വിളിച്ച് ദൈവം അത്ഭുതമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വളരെ സന്തോഷമുണ്ട്. കാലോചിതമായിട്ട് ഈ ഹോളിന് മാറ്റമുണ്ടാക്കി. ചൂടുകാലത്തൊക്കെ വളരെ പ്രയാസമായിരിക്കും നമ്മുടെ ഹോളിലിരിക്കാൻ. ഇത് AC ചെയ്ത് എയർ കണ്ടീഷനാക്കി പോകുമ്പോൾ നമ്മൾ ഓർത്തോണം, എയർ കണ്ടീഷൻ കൂടാക്കണം. ഒരു വാക്യം ഞാനിവിടെ വായിപ്പിച്ചുകൊണ്ട് ചുരുക്കി മിനിറ്റുകൊണ്ട് ഇരിക്കാം. പുസ്തകപ്രവൃത്തികൾ 15-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. ഇസ്രായേൽ മക്കൾക്ക് ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന ആദ്യത്തെ കൂടാരം മോശയുടെ കൂടാരമാണ്. ടാബർനാക്കിൾ ഭൂമിയിലുണ്ടായിരുന്നു. കഴിഞ്ഞവരെ കനാനിൽ വന്നതിന് ശേഷം ശീലോവിൽ അവർക്ക് ദൈവത്തിന്റെ പെട്ടകം വെച്ചിരുന്ന കൂടാരം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവിശ്വസ്തരായ പുരോഹിതന്മാർ നിമിത്തം അവിടുത്തെ പെട്ടകം ജാതികൾ പിടിച്ചുകൊണ്ടുപോയി ഫെലിസ്തീയരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. അവർക്ക് അവരുടെ ബാധയുണ്ടായി. യേശു ഒരു വർഷം അതവിടിരുന്നു. അവിടുന്ന് തിരികെ കൊണ്ടിരുന്ന എങ്ങനെയാ അവരുടെ പ്രമാണങ്ങൾ വെച്ച് നോക്കിയിട്ട് ഒരിക്കലും മുഖം വെച്ചിട്ടില്ലാത്ത 2 പശുക്കളെ കൊണ്ടുവന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളെ പുറകിൽ കെട്ടിയിട്ട് വഴിയിൽ ഈ 2 പശുക്കളും ഇടവും വലവും തിരിയാതെ നേരെ ബത്ശേബയിലേക്ക് ഓടിപ്പോയി. ഇടവും വലവും തിരിയാതെ. പുറകിൽ കുഞ്ഞിൻ്റെ കിടാവിൻ്റെ കരച്ചിലുണ്ട്, എങ്കിലും തിരിഞ്ഞില്ല. ആ പശുവിൻ്റെ വീട്ടിലൊടുവിൽ അവിടെ കൊയ്ത്ത് നടക്കുമായിരുന്നു. ഇസ്രായേൽ മക്കൾക്കെല്ലാം സന്തോഷമായി പെട്ടകം കിട്ടിയത്. അവര് പശുവിനെ അറുത്ത് അതിനെ ബലിയർപ്പിച്ചു. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ പെട്ടകം അവിടെ ഇരിക്കുക ഒരു വീട്ടില്. ദാവീദിന്റെ കാലം വന്നപ്പോൾ ദാവീദിനെ അത് കൊണ്ടുവരണം. പെട്ടകം എങ്ങനെ നമ്മുടെ അടുക്കൽ കൊണ്ടുവരേണ്ടു? അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കറിയാമല്ലോ. ദാവീദ് ആളെ കൂട്ടിക്കൊണ്ടുപോയി ഓർന്നാന്റെ കളത്തിൽ വെച്ച് കാള വരണ്ടു. കാളയെ കെട്ടിക്കണ്ട വണ്ടി കൊണ്ടുവന്ന് ഉസ പെട്ടകം വീടാരിയാൻ കയറി പിടിച്ചു. ഛേദിക്കപ്പെട്ടവർ. പിന്നെ പെട്ടകം കൊണ്ടുവരാനായിട്ട് മടിയെ പേടിയായി. അവിടെ വെച്ചയച്ച് തിരിച്ചു പോകുന്നു. വീണ്ടും അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി കാളയുടെ പുറത്തല്ല കൊണ്ടുവരേണ്ടത്, വിശുദ്ധ പുരോഹിതന്മാർ അവരുടെ തോളിൽ ചുമന്നുകൊണ്ടാണ് പെട്ടകം കൊണ്ടുവരേണ്ടത്. പിന്നെ വിശുദ്ധ പുരോഹിതന്മാർ തോളിൽ ചുമന്നുകൊണ്ട് പെട്ടകവുമായിട്ട് വന്നത്.
അതിന് ദാവീദ് ഒരുക്കിയ സ്ഥാനത്ത് ആ പട്ടം വെച്ചു. ദാവീദിന്റെ കൂടാരം. അവിടെ ഉണ്ടായിരുന്നത് ആരാധനയായിരുന്നു. സ്തുതിയും സ്തോത്രവും സങ്കീർത്തനങ്ങളും നൃത്തവും. അതിനുകൂടെ ദാവീദ് പറയുന്നത് എൻ്റെ കൂടാരം, ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുന്നത് അത്യുത്തമമാണ്. ആ കൂടാരത്തെ കുറിച്ചാണ് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ കാണുന്ന കൂടാരം. പല വാക്യങ്ങളുണ്ട്. ആ കൂടാരം വീണ് പോയി, ഇപ്പോഴില്ല, പ്രവാചകന്മാരുടെ കാലത്തില്ല. പ്രവാചകൻ പ്രവചിച്ചു, ദാവീദിന്റെ കൂടാരത്തെ ദൈവം നിവർക്കും. പഴയ നിയമകാലത്ത് പ്രവചിച്ചതാണ്. അപ്പോസ്തലരുടെ പ്രസംഗത്തിൽ ആ ഭാഗം 15-ാം അധ്യായത്തിൽ ആ ഭാഗം ഉദ്ധരിക്കുകയാണ്. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങൾ ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. അത് ശൂന്യ ശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർക്കും. അങ്ങനെ കൂടാരം നിവർക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇപ്പൊ ദൈവത്തിന്റെ ജനം കൂടി വന്നാൽ അവർക്ക് ആരാധിക്കാനാണ് താല്പര്യം. ആളുകൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്താനും കൈയടിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധനയ്ക്കാണ് താല്പര്യം. ദാവീദിന്റെ വീടുപോയ കൂടാരം നിവർക്കണം. വീടുപോയ കൂടാരത്തിലല്ല നമ്മളിരിക്കുന്നത്, നിവർത്തിയ കൂടാരത്തിലാണ് ഇരിക്കുന്നത്. അവിടെ ദൈവത്തിന്റെ ദാവീദിന്റെ ദൈവത്തിന്റെ പ്രസൻസ് അവിടെയുണ്ട്, സാന്നിധ്യമുണ്ട്. അവിടെ പാർക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം. ഇവിടെ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം. ഇതെല്ലാം ദാവീദ് പറയുന്നത് ഈ കൂടാരത്തെ കുറിച്ചാണ്. ദാവീദിന്റെ വീട് പോയ കൂടാരം നുറുക്കുമെന്ന് പറയുന്നത് അന്ത്യകാലത്ത് ദൈവം അയക്കുന്ന ഉണർവിനെ കുറിച്ചാണ്. ദൈവം തന്റെ ജനത്തിന്റെ മേലെ ആരാധനയ്ക്ക് വേണ്ടി പാർശ്വം നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനയാണ്. ആത്മനിറവിലുള്ള ആരാധന. 2-3 പേരോ കൂടുതലുള്ളവർക്കല്ലോ ഉള്ളവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. നമ്മൾ ആരാധന ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ വരികയാണ്. ഞായറാഴ്ച നമ്മൾ വരുന്നത് എന്തിനാണ്? ദൈവത്തിന് കൊടുക്കാനും അവന് മഹത്വം കൊടുക്കാനും. സർവഭൂമി അവന്റെ മഹത്വം കൂടെ നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 സ്തോത്രം. ഇത് തുടർമാനമായിട്ട് ദൈവത്തിന്റെ ആരാധന നടക്കേണ്ട സ്ഥലമാണ്. ഇവിടെ കൂടി വരുന്ന ദൈവജനം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ഈ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ദൈവത്തിന്റെ സ്തുതി സ്തോത്രങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കണം. ദൈവസന്നിധിയിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. സറാഫുകൾ ആരാധിക്കുന്നവനെ ആരാധിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവൻ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ഇടയിൽ കൂടെ നടക്കുവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ഇടയിൽ കൂടെ നടന്നു വരുമ്പോൾ അവൻ നോക്കും, അവൻ്റെ കയ്യിൽ ഒരു ചവണയുണ്ട്. ചവണ കൊണ്ട് കരിന്തിരിയുള്ള ദൈവത്തിന് കരിന്തിരി മുറിച്ചു കളയും. അതിനുശേഷം ഇടിച്ചെടുത്ത തെളിവുള്ള എണ്ണ, അഭിഷേകത്തിന് എണ്ണ പകർന്ന് ആ ദീപത്തെ കത്തിക്കും. ഇന്നും അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആരെങ്കിലും കരിന്തിരി പിടിച്ചിരിക്കുന്നെങ്കിൽ അത് മുറിക്കാനായിട്ട് അവൻ്റെ കയ്യിൽ ചവണയുണ്ട്. ഇന്നും അവൻ വന്നിട്ടുണ്ട്. അവൻ്റെ എണ്ണ പകരുവൻ, അഭിഷേകത്തിന് എണ്ണ പകരുവൻ അവൻ വന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിരവധി പെന്തിക്കോസ്ത് സഭകളുണ്ട്. ഇവിടെ വലിയൊരു കൂട്ടം ജനമുണ്ട്. ഈ ജനത്തെ മുഴുവൻ ദൈവം മുന്നമേ കണ്ടതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവേശുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്ന ആരൊക്കെയാണെന്ന്. എന്നാൽ ദൈവത്തിന് അറിയായിരുന്നു. എന്നറിയായിരുന്നു? ലോകസ്ഥാപനത്തിന് മുമ്പ്. ഇരമ്യാവേ, നിന്റെ അമ്മയുടെ ഉദരത്തിന് ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. എപ്പോഴാണ് ദൈവം അറിഞ്ഞത്? അമ്മയുടെ ഉദരത്തിന് ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മളെ അറിഞ്ഞു. അത് മാത്രമല്ല, അവന് വേണ്ടി വേർതിരിച്ചു. അന്നേ അവൻ നമ്മെ മുൻ നിയമിച്ചു. അവൻ അങ്ങനെ മുൻ നിയമിച്ചവനെ അവൻ വിളിച്ചു വേർതിരിച്ചതാണ്. അവന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്തോത്രം. വഴക്കിടാനല്ല, കലഹിക്കാനല്ല, അന്യോന്യ ശത്രുതയിലിരിക്കുവാനല്ല, കർത്താവിന്റെ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ. ഇവിടെ ദൈവദാസൻ, ഇവിടെ സ്വാഗതം ദൈവദാസൻ പറഞ്ഞ പോലെ ഇവിടെ പെന്തിക്കോസ്തിന്റെ ഐക്യതയോടുകൂടിയ
വലിയ പ്രവർത്തനം നടക്കണം. ശക്തിയായിട്ട് ഈ പ്രദേശം മുഴുവൻ ആത്മാവിനെ ശക്തിയാൽ കീഴ്പ്പെടുത്തണം. ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരണം. അതിന് ഈ സഭയെ ദൈവം ഉപയോഗിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും ദൈവദാസന്മാർ, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ അതല്ലോ, അവരെല്ലാം ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി നേതൃത്വം കൊടുത്ത ഈ കർത്തദാസിനെ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഇവിടെയുള്ള ഈ ദൈവജനത്തിന് പ്രത്യേകം ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ കാര്യത്തിൽ ചെയ്തതെല്ലാം കർത്താവ് നിങ്ങൾക്ക് തിരിച്ചു കടക്കണം. കർത്താവിനോട് നിങ്ങൾ നിന്നാൽ കർത്താവ് നിങ്ങൾക്ക് കൊണ്ട് നിൽക്കും. കർത്താവിനോട് നിങ്ങൾ ഇറങ്ങിയാൽ കർത്താവ് നിങ്ങൾക്ക് കൊണ്ട് ഇറങ്ങും. കർത്താവിനെ മാനിച്ചാൽ കർത്താവ് നിങ്ങളെ മാനിക്കും. കർത്താവിനെ നിങ്ങൾ ഉയർത്തിയാൽ കർത്താവ് നിങ്ങളെ ഉയർത്തും. സ്തോത്രം. പ്രാർത്ഥിച്ച് നവീകരിക്കപ്പെട്ട ഈ ഹാള് ദൈവകരങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ പോകുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പ്രിയ പിതാവേ, ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടെ ഈ ആലയത്തിൽ വരാനായിട്ട് ഇടയാക്കിയല്ലോ കർത്താവേ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് ഏറ്റവും സൗകര്യമായിട്ട് വേനൽക്കാലത്ത് ചൂടുള്ള സമയത്ത് കാലാവസ്ഥയുടെ പ്രതികൂലമുള്ളപ്പോഴും സൗകര്യമായി ആരാധിക്കുന്ന കോണം ഇതിന്റെ കാര്യങ്ങളെ വിപുലീകരിച്ച് പണിയുവാൻ വികസിപ്പിക്കുവാൻ തക്കോണം അവിടെ ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ദൈവമാണല്ലോ, ഞങ്ങൾക്ക് ഇവിടെ സഹായിക്കുന്ന ദൈവമാണല്ലോ. നിന്നെ മാനിച്ചാൽ നീ ഞങ്ങളെ മാനിക്കുന്ന ദൈവമാണല്ലോ. ദേശത്തിന് നടുവില് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തിന്റെ കൂടിവരവ് ഈ പ്രദേശത്ത് ഉയർത്തപ്പെട്ടു നിൽക്കുവാൻ നമ്മൾ ഇടയാക്കണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ. പിന്നെ അതിനുള്ള വിശാലമാക്കണേ. ചുറ്റുപാടുള്ള സഭയെ അനുഗ്രഹിക്കണേ. ഈ ശ്രേഷ്ഠന്മാരെ കർത്തദാസന്മാർ ശുശ്രൂഷിക്കുന്ന ഇടങ്ങളെല്ലാം അതിശക്തമായി പരിശുദ്ധാത്മാവിന് ഒരു കവിതൊഴുക്കുവാനുണ്ടാകണേ. ദാവീദിന്റെ കൂടാരത്തെ നോർക്കുവാൻ തക്കോണം, ആരാധനയ്ക്ക് വേണ്ടി നോർക്കുവാൻ തക്കോണം ദൈവം അവിടുന്ന് ഇടയാക്കണമേ. അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും ഏൽപ്പിച്ചിരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ IPC സഭ ദൈവമഹത്വത്തിന് വേണ്ടി പുതുക്കപ്പെട്ട് പണിതിരിക്കുന്ന ഈ സഭ ദൈവമഹത്വത്തിനായി ഞാൻ പ്രതിഷ്ഠിച്ചു കൊള്ളുന്നു.